കുഞ്ഞിനെ കണ്ടോ? ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം വീഡിയോ കൊടുക്കാൻ വേണ്ടിയിട്ട് പറമ്പിൽ പോയി, അവിടെ പോയി ഇവിടെ പോയി ഒരിടത്തും അതിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലേ. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ എവിടെ നിന്നേലും ആരെങ്കിലും ഓടി വരും, അപ്പോൾ വീഡിയോ കട്ടാവും. അപ്പം പിന്നെ ഇപ്പം 4 ദിവസവും പെരയെല്ലാം അടച്ചു വന്നിരിക്കുകയാണ്. അത് ലൂക്കാച്ചി എന്നെ കിടന്നത് എഴുന്നേറ്റി. അപ്പോൾ ഞാൻ പറയാൻ വന്ന എല്ലാവർക്കും നമസ്കാരം ഒരിക്കലും പറയുന്നു. ഞാൻ പറയാൻ വന്ന കാര്യം, എനിക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു ചേച്ചി വിളിച്ച് പറഞ്ഞു പരസ്യമായി തൊട്ട്. ഞാൻ കണ്ടില്ല സത്യം പറഞ്ഞാൽ, ഇവിടെ ആരും കാണാറില്ല, അതുകൊണ്ട് അറിഞ്ഞില്ല. ചേച്ചി വിളിച്ച് പറഞ്ഞപ്പോഴാണ് പരസ്യമായെന്ന് അറിഞ്ഞത്. അപ്പം ഒരു 2-3 ആഴ്ച മുമ്പ് മോണിറ്റൈസേഷൻ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ ദിവസമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. അത് ചെയ്തു തരാൻ വേണ്ടിയിട്ട് ആരും ഇല്ലായിരുന്നു. ഒത്തിരി യൂട്യൂബ് ചാനൽ, AVS യൂട്യൂബർ, യൂട്യൂബ് കോണർ, അങ്ങനെ സാനുവേഷന്, അങ്ങനെ കുറേ ആൾക്കാരോട് ഞാൻ ചോദിച്ചു ഇതങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല, ഒന്ന് ചെയ്തു തരുമെന്ന്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു തന്നു ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ. പക്ഷെ നമുക്കത് ചെയ്യാൻ അറിയില്ല. അപ്പോൾ സാനുവേഷൻ്റെ അകത്തെ ആ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു അറിയില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ല, എവിടെയെങ്കിലും അക്ഷയ സെൻറ്ററിലോ വല്ലതും കൊണ്ട് കൊടുത്ത് ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. പക്ഷേ എന്നിട്ടും ചെയ്യാനറിയില്ല. അവിടെ അക്ഷയ സെൻറ്ററിൽ ചെന്നിട്ടും അവർക്കും അറിയില്ലായിരുന്നു. പിന്നെ എൻ്റെ ചേച്ചിയുടെ മോനെ, എൻ്റെ ആൽപ്പിച്ചും വന്നു. അവൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അവൻ വന്നു, അവൻ എനിക്കെല്ലാം ചെയ്തു തന്നു. അപ്പം പരസ്യം അങ്ങനെ വീഡിയോയ്ക്ക് ആളായിട്ടുണ്ട്. പിന്നെ ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് മുന്നോട്ട്. റവന്യൂ ഒന്നും ആയില്ലല്ലോ, അതൊക്കെ തന്നെയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് ചെയ്യാൻ. എൻ്റെ ലൂക്കാച്ചിനെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തതിൽ വളരെയധികം നന്ദി. ഇനി മുന്നോട്ട് എൻ്റെ ലൂക്കാച്ചിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഞാൻ പിന്നെ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു, നിങ്ങളെ കണ്ടു കാണുമല്ലോ അല്ലേ. കാരണം വെച്ചാൽ ലൂക്കാസ് വോൾഗർ അടിച്ചു കൊടുക്കുമ്പം അത് കാണാൻ പറ്റുന്നില്ല. കുറേ ഈ പേരിൽ കുറേ വ്ളോഗുകളുണ്ട്. അപ്പോൾ ഞാനത് ഞങ്ങളുടെ നാടിൻ്റെ പേരിട്ടുകൊണ്ട് ഒരു പേരങ്ങ് കൊടുത്തു, ലൂക്കാസ് മുണ്ടത്താനൻ ലൂക്കാച്ചൻ എന്നും പറഞ്ഞൊരു പേര് കൊടുത്തു. അപ്പോൾ അതൊരു വെറൈറ്റി പേരായിക്കോട്ടെ എന്ന് ഓർത്തു. അപ്പോൾ നാട്ടിലുള്ളവർ കാണുമ്പോൾ നാടിൻ്റെ പേര് ചേർത്ത് കൊടുത്തല്ലോ, അപ്പോൾ അതിൻ്റെ ലൂക്കാച്ചിനതൊരു ക്രെഡിറ്റ് ആയിക്കോട്ടെ എന്ന് ഓർത്തു. അങ്ങനെ ചെയ്തിരിക്കുന്നു. പിന്നെന്താ പറയുക, ഈ സാധാരണക്കാരിയെ എനിക്ക് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തുടങ്ങാം. ഒരു വട്ടപൂജ്യമായിരുന്നു ഞാൻ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 3 മാസം ആയിട്ടില്ല ഞാൻ വീഡിയോ തുടങ്ങിയിട്ട്. ഷോർട്സാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. അതിനുശേഷം ഞാനൊരു 6-7 വീഡിയോ ഇട്ട് കാണും. ആ വീഡിയോയിൽ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബുമായി. പെട്ടെന്നാണ് എനിക്ക് ലോങ് വീഡിയോയിൽ കിട്ടിയത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ആരോടും എനിക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ആരോടും പറയാറില്ലായിരുന്നു. കാരണം വെച്ചാൽ എനിക്കറിയാം, ഞാൻ തംബ്നെയിലോ എഡിറ്റിങ്ങോ അങ്ങനെ ഒന്നുമില്ലാതെ വീഡിയോ എടുക്കും, അപ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിലോട്ടത് അപ്ലോഡ് ചെയ്യുക, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ആരും കാണുമെന്നൊന്നുമുള്ള വിശ്വാസമില്ലായിരുന്നു. പക്ഷേ എൻ്റെ ലൂക്കാച്ചിനെ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അതിൽ വളരെയധികം നന്ദി പിന്നെയും പറയുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളെല്ലാവരും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. ആരും മടിച്ചിരിക്കേണ്ട കാര്യമില്ല. അല്ല നാണക്കേടാണെന്നോ അല്ല മറ്റുള്ളവർ കളിയാക്കുക എനിക്ക് ഇപ്പോഴും ഉണ്ട്. കളിയാക്കുക ഞാനൊന്നും ആയിട്ടില്ല, വട്ടപ്പൂജയല്ലേ ഇപ്പോഴും. പക്ഷെ കളിയാക്കുകളൊക്കെയാണ്. കളിയാക്കുന്നവർ കളിയാക്കട്ടെ അല്ലേ, അതല്ലേ പറയാൻ പറ്റുന്നുള്ളൂ. കളിയാക്കുന്നവരെന്നും കളിയാക്കിക്കൊണ്ടിരിക്കും. അവരെ വായടുപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം ഒന്നും അറിയത്തില്ലാത്ത ഞാൻ, എഡിറ്റിങ്ങും തംബ്നെയിലും ഒന്നും അറിയത്തില്ലാത്ത ഞാൻ ഇവിടം വരെ എന്നെ നിങ്ങളാണ് കൊണ്ടെത്തിച്ചത്. അപ്പോൾ നമുക്ക് പ്രേക്ഷകർ കാണും, മുന്നോട്ട് നമ്മുടെ പ്രേക്ഷകർ കാണും. അപ്പോൾ ഇഷ്ടപ്പെടുന്ന വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് തരും, കാണും. സ്കിപ്പ് ചെയ്തോട്ടെങ്കിലും അവർ കുറച്ചെങ്കിലും കാണുമല്ലോ, അത് മതി നമുക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, അതാണ് പ്രത്യേകം പറയാനുള്ളത്. വീട്ടിലിരുന്നെങ്കിലും മുഷിയുന്നവർക്ക് എത്രയും നല്ലതാണ് അത് ചെയ്യുന്നത്. കാരണം വെച്ചാൽ നമുക്കൊരു കാര്യത്തിൽ നമ്മളെപ്പോഴും ഇൻവോൾവ് ആയിരിക്കും, അത് നല്ലൊരു കാര്യമാണ്. പിന്നെ വന്നിട്ട് എന്താ ചെയ്യുന്നത്, ലൂക്കാച്ചന്തേ കിടന്നുറങ്ങുന്നു, അത് സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. എൻ്റെ മോനെ ലൂക്ക ഇപ്പം മടിയനാ ഭയങ്കര മടി. ലൂക്ക ഇനി വന്നേ അമ്മ, ഇതെൻ്റെ പൊന്നിനെ കാണാനേ, എൻ്റെ ലൂക്കാച്ചിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയാം, എല്ലാവരും കമൻറ്റൊക്കെ ഇടുന്ന വായിക്കുമ്പോൾ തന്നെ എനിക്കറിയാം എൻ്റെ ലൂക്കാച്ചിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന്. കണ്ടോ, ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പിന്നെ എൻ്റെ ലൂക്കാച്ചിനെ മുന്നോട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഞാനിടുന്ന വീഡിയോ ഒരു 3 മിനിറ്റ് 4 മിനിറ്റൊക്കെ ഉള്ളായിരുന്നു വീഡിയോകൾ. അത്രയും തന്നെ കാണാൻ ആർക്കെങ്കിലും സമയമുണ്ടോയെന്നറിയില്ല, എങ്കിലും ഞാൻ അത്രയും വീഡിയോ ഇടുന്നു. എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. ഇനിയിപ്പോൾ പറയണം വീഡിയോ, ഇനിയിപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തതിൽ നിങ്ങൾ വീഡിയോ കണ്ടാലേ എന്തെങ്കിലും പ്രയോജനം നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പം ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൂട്ടത്തിലുള്ള കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ 2-3 പേര് ഇതിനെപ്പറ്റി അഭിപ്രായം ചോദിച്ചിടാൻ വേണ്ടി ഞാൻ എല്ലാവരോടും പറഞ്ഞു, നിങ്ങളിവിടെ വെറുതെ എന്തിനാണ് ഇരിക്കുന്നത്. എൻ്റെ ഒരു അനിയത്തിക്കുട്ടി അവളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അമ്മൂസ് വ്ളോഗ് എന്നും പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത്
അത് 2-3 ദിവസമോ ഇട്ടുള്ളൂ തോന്നി. ഇപ്പോഴും എല്ലാവർക്കും മടി, എന്താ ഇനി കണ്ടൻറ്റ് കിട്ടുന്നില്ല എന്നൊരു പറച്ചിൽ. കണ്ടൻറ്റൊക്കെ നമുക്ക് കിട്ടിക്കോളും, ദൈവം തമ്പുരാൻ നമുക്ക് കണ്ടൻറ്റ് കൊണ്ടുത്തരും. അപ്പം നിങ്ങളെല്ലാവരും ഒരു ചെറിയ യൂട്യൂബ് ചാനൽ, വലുതൊന്നും ചെയ്യേണ്ട, നമുക്ക് ചെറുത് ചെയ്തല്ലേ നമ്മൾ വലുതിലേക്ക് പോകുന്നത്. അപ്പം എല്ലാവരും മടിച്ച് നിൽക്കാതെ യൂട്യൂബ് ചാനൽ തുടങ്ങണം. പിന്നെന്തോ പറയാനുള്ളത്? പിന്നെ വേറെ എനിക്കൊന്നും പറയാനില്ല. എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി അല്ലാതെ എനിക്ക് ഒന്നും പറയാനില്ല. നന്ദിയേ ഉള്ളൂ. ഇന്നും നന്ദി ഉണ്ടായിരിക്കും നിങ്ങളോട്. ഞാൻ നിങ്ങൾ ചെയ്യുന്ന കമൻറ്റുകൾക്കെല്ലാം ഞാൻ മറുപടി തരാറുണ്ട്. എല്ലാത്തിനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ സമയം കണ്ടെത്തി ഞാൻ എല്ലാ കാര്യങ്ങളും വായിച്ചിട്ട് അതിന് മറുപടി തരാറുണ്ട്. ഇനിയും മുന്നോട്ട് നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് വേണം. കമൻറ്റ് തന്നാലേ നമുക്ക് നമ്മൾ ചെയ്യുന്ന പാകപ്പിഴകളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കമൻറ്റുകൾ ഇനിയും പോരട്ടെ. പിന്നെന്താ ഞാൻ പറയുന്നത്? പിന്നെ എനിക്കിനി ഒന്നും പറയാനില്ല. ഇത്രയും സമയം എടുത്ത് ഞാൻ വീഡിയോ ചെയ്തില്ലേ. ഇനിയിപ്പം അടുത്ത ദിവസം ഞാൻ പുതിയൊരു വീഡിയോയും വരാം. എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. എൻ്റെ ലൂക്കാസിനെ മുന്നോട്ടും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ ഉള്ളൂ സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളെ ഉള്ളൂ എനിക്ക്. ഞാനത് ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ്. നിങ്ങൾ പ്രേക്ഷകരാണ് ഓരോ വീഡിയോയും ഹൈ ലെവലിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുക. എൻ്റെ ലൂക്കാസിനെ ഒരിക്കൽ കൂടി സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു. ഇപ്പം സ്ഥാനാർത്ഥിമാർ പറയുന്ന പോലെ ആയിപ്പോയി ഞാൻ പറയുന്നതല്ലേ, ക്ഷമിക്കണം കേട്ടോ. നമുക്കറിയില്ല, ഞാൻ ഇങ്ങനെ വീഡിയോയുടെ മുമ്പിൽ ഒരു ഫോട്ടോ എടുക്കാനൊന്നും വന്നിട്ടുള്ള ആളല്ല. പക്ഷേ ഇപ്പം 1-2 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ആറപ്പും പേടിയൊക്കെ മാറി. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ആറപ്പും പേടിയെല്ലാം മാറും. ഇപ്പം നിങ്ങൾ വീഡിയോ ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, വഴക്കുകളും പ്രശ്നങ്ങളും കളിയാക്കലും ഒക്കെ ഉണ്ടാകും. അത് സൈഡിൽ കിടക്കും, അത് അവിടെ കിടന്നോട്ടല്ലേ. നമുക്കൊരു വരുമാന മാർഗ്ഗം ഇതിൽ കൂടെ. നമുക്ക് 10 പൈസ തരാനായിട്ട് ആരുമില്ലല്ലോ. അപ്പം നമുക്കൊരു വരുമാന മാർഗ്ഗം ആകുന്ന അത്രയും നല്ലതല്ലേ. 10 രൂപ ചുമ്മാ ആരെങ്കിലും തരും? ആരും നമുക്ക് 10 രൂപ ചുമ്മാ തരത്തില്ല. നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും. ഒരു 10 രൂപ അത് നമ്മൾ അധ്വാനത്തിൽ കൂടി കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ ലൂക്കാസിനാണ്. എൻ്റെ ഇതല്ല, എൻ്റെ ലൂക്കാസിൻ്റെ ഒരു ബുദ്ധി കൊണ്ടാണ് ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ലൂക്കാസിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഒരു ഇതുകൊണ്ടാണ് മാത്രമാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും ചെയ്യാൻ എനിക്കത് പാചകമോ അങ്ങനെയുള്ള വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്കറിയില്ല. എൻ്റെ ലൂക്കാച്ചൻ വന്നതോടുകൂടിയാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ച്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റും എൻ്റെ ലൂക്കാച്ചനാണ്. അപ്പോൾ നിങ്ങൾ ലൂക്കാച്ചനെ സ്നേഹിക്കുന്നതെന്ന് എനിക്കറിയാം. മുന്നോട്ടും എൻ്റെ ലൂക്കാച്ചനെ നിങ്ങൾ സ്നേഹിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.